ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ ബിറ്റ് കോയിനിലും അതുപോലെ ഗോൾഡിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം വന്നിട്ടുള്ള എൻട്രീസ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിന് മുമ്പ് തന്നെ നമ്മളുടെ ടൂൾ ഒന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു ആരോയുടെ കൂടെ, അതായത് ബ്ലൂ ക്യാൻഡിലിൻ്റെ താഴെയുള്ള ആരോയുടെ കൂടെ എഫ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് അത് ഫാസ്റ്റ് എൻട്രി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ബാലൻസ്ഡ് എൻട്രി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി എന്ന് കാണിക്കും, സ്കാൽപ്പിംഗ് ആണെങ്കിൽ എസ് എന്ന് കാണിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് 4 ഹവറിൻ്റെ ചാർട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 ഹവറിൻ്റെ ചാർട്ടിൽ വൺസ് നമുക്ക് ബ്ലൂ ക്യാൻഡിൽ അല്ലെങ്കിൽ എൻട്രി ക്യാൻഡിൽ വന്നു കഴിയുമ്പം ആ ഡയറക്ഷനിലേക്കായിരിക്കണം പിന്നെ നമ്മളുടെ എല്ലാ ട്രേഡും പോകേണ്ടത്. ഓക്കെ, ഇത് വൺ ഓഫ് ദ കൺസെപ്റ്റ് ആണ് നമ്മളുടെ. ഇതല്ലാതെ നിങ്ങൾക്ക് 30 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈൻ ഉണ്ടല്ലോ, അതും നിങ്ങൾക്ക് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്നായിരുന്നു 23 മെയ് ആണ്. ഓക്കെ, 21:30 ആണ്, അതായത് 9:30-ക്കാണ് ഈ ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാ ക്യാൻഡിൽസും ഫോം ആയി കഴിഞ്ഞ്, അതായത് ക്ലോസ് ആയി കഴിഞ്ഞ് മാത്രം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ വൺസ് ഇത് ഡിസൈഡ് ആയി കഴിഞ്ഞാൽ, അതായത് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ റീപെയിൻ്റ് ആകത്തില്ല ഒരിക്കലും. ഇതിനകത്ത് കാണിക്കുന്ന ഒരു ഇൻഫർമേഷനും നമുക്ക് പിന്നെ റീപെയിൻ്റ് ആയി കാണിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ആരോ കൊടുത്തു. ഓക്കെ, ഈ റൈറ്റ് സൈഡിൽ 15 മിനിറ്റിൻ്റെ ചാർട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ എൻട്രി വരുന്ന ഏരിയ. ഓക്കെ, ബട്ട് ഇതിനു മുമ്പ് തന്നെ ഈ ഒരു ഫോൾ കണ്ടോ, ഇത് നമ്മളുടെ ഒരു സെൽ എൻട്രി ക്രിയേറ്റ് ആയിട്ട് ആ ഒരു MTL നിന്നാണ് റിജക്ഷൻ എടുത്ത് പോകുന്നത്. ഇത് നിങ്ങൾക്ക് നോർമലി എടുക്കാൻ പറ്റുന്ന ട്രേഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആ എൻട്രി വന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമുക്ക് വരുന്ന സെൽ എൻട്രി ഇതാണ്, കണ്ടില്ലേ? അതായത് 1:15-നാണ് ഈ എൻട്രി വരുന്നത്. പ്രോപ്പറായിട്ട് ബ്ലൂ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. ഫാസ്റ്റ് എൻട്രി ഇടുമ്പം മിഡിൽ MTL അനുസരിച്ചാണ് നമുക്ക് ബ്ലൂ ക്യാൻഡിൽ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു MTL റേഞ്ചിൽ തന്നെ കണക്ട് ചെയ്ത് ട്രേഡ് എടുക്കാനും സാധിക്കും. അവിടെ എന്തെങ്കിലും ഒരു ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൈസ് ബിഹേവിയർ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ടൂളിനകത്ത് തന്നെ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മൊമെൻറ്റം ഷിഫ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടും. ഓക്കെ, അതുമായിട്ട് MTL-നെ കണക്ട് ചെയ്ത് നമുക്ക് നേരെ അവിടെ നിന്ന് ട്രേഡ് എടുക്കാം. ഇപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പം പറയുന്നത്. ഇതാണ് ഫസ്റ്റ് എൻട്രി. ഓക്കെ, ഈ ക്യാൻഡിൽ വന്നു കഴിഞ്ഞിട്ട് ഉള്ള ഫസ്റ്റ് എൻട്രി ഇതാണ്. ഓക്കെ, അപ്പോൾ ആ എൻട്രിയിൽ നോർമലി നമുക്ക് ഈ താഴത്തെ ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പിടിക്കേണ്ട സ്ഥലം. ഇതിനെ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1500 പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് അല്ലേ? അത് കഴിഞ്ഞ് വീണ്ടും ദേ ഇവിടെ ഒരു മൈനർ MTL പോസിറ്റീവ് ആയപ്പോൾ നമുക്ക് ബ്ലൂ ക്യാൻഡിൽ കാണിച്ചു. അവിടെ നമ്മൾ എടുക്കുന്നില്ല, കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി സെല്ലാണല്ലോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ബൈ പോകുന്നില്ല. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ബൈ പോകാം, അതിന് കൗണ്ടർ ബൈ എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ കുറച്ച് എക്സ്പേർട്ട് ആയി കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്താണ്, സെല്ല് തന്നെയാണ് നോക്കുന്നത്. വീണ്ടും ഇവിടെ സെല്ല് വന്നിട്ടുണ്ട്. താഴെ കാണുന്നതാണ് SL ഓർഡർ. ഓക്കെ, സോ അത് നമുക്ക് 1200 സംതിങ് പോയിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് 1500 പോയിന്റ് സംതിങ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു SL ഓർഡർ വരെ പിടിക്കാം, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള SL ഓർഡർ ഈ ഇവിടെ കാണുന്ന കണ്ടോ, ഇതാണ് കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബൈ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് വന്നു. നമ്മൾ ബൈ പോകുന്നില്ല, കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ബൈ എങ്ങും വന്നിട്ടില്ല. സോ എഗെയിൻ അടുത്ത സെല്ലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഇതാണ് നമുക്ക് ആദ്യം പിടിക്കാൻ പറ്റുന്നത് കേട്ടോ. ഈ ഒരു SL ഓർഡറാണ് പിടിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന SL ഓർഡർ ഉണ്ടെങ്കിൽ അതിനെ നേരെ ടാർഗറ്റായിട്ട് നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. നമ്മളവിടെ ബൈ ചെയ്യുന്നില്ല, ബൈ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കുക നിങ്ങൾ, ഇവിടെ ഒരു MS മുകളിലേക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു MS തന്നിട്ടുണ്ട്. സോ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാറും ആണല്ലോ. ഓക്കെ, അത് നിങ്ങൾ നമ്മളുടെ ടൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോൺ ആണ്. ഓക്കെ, സോ ഡിമാൻഡ് സോണിൽ വരുമ്പം പ്രൈസ് ആക്റ്റീവ് ചെയ്യുമല്ലോ മുകളിലേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്, പിന്നെ നമുക്ക് സെല്ല് വന്നിട്ടില്ല. ഓക്കെ, ഇപ്പം എത്ര സെല്ല് വന്നു? 3 സെല്ല് വന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കൗണ്ടറാണ്, അതായത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് കയറിപ്പോയ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, നമ്മളൊന്നും ചെയ്യുന്നില്ല. വീണ്ടും 15 മിനിറ്റിൽ നെഗറ്റീവ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു.
ഇവിടെ എവിടെയോ നമുക്ക് 15 മിനിറ്റിൽ നെഗറ്റീവായി. ഓക്കെ, ഇതുകൊണ്ട് ഈ ക്യാൻഡിൽ വന്നപ്പോൾ നമുക്ക് 15 മിനിറ്റിൽ നെഗറ്റീവ് സോണിലേക്ക് ആയി. അതായത് മൈനർ എം ടിയിൽ നെഗറ്റീവായി. ആ സമയത്ത് സ്റ്റാർ ലൈൻ ഒക്കെ നെഗറ്റീവാണ്. ഓക്കെ, സോ വൺസ് ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ സ്റ്റാർ ലൈൻ റിജക്ഷനിലോ അല്ലെങ്കിൽ നിയർ ബൈ ആയിട്ട് ഒരു സപ്ലൈ ഏരിയ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ നമുക്ക് താഴേക്കൊരു MS തന്നിട്ടുണ്ട്. ഓക്കെ, മൊമെൻറ്റം ഷിഫ്റ്റ് തന്നിട്ടുണ്ട് താഴേക്ക്, ഒരു ഹൈ ബ്രേക്ക് ആയിട്ട് താഴേക്ക് MS തന്നു. സോ ഇതുണ്ട്, ഇത് ഓർഡർ ബ്ലോക്കിംഗ് ക്യാൻഡിലായി മാറി ഈ മുകൾ വശം. ഇതിൻ്റെ താഴേക്കുള്ള ഏരിയ നമുക്ക് നോർമലി FEG വാല്യൂ എന്ന് പറയും. അതും നിങ്ങൾ നോക്കുന്നില്ല, അതും വിട്ടേക്കുക. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സ്റ്റാർ ലൈൻ്റെ റിജക്ഷനിൽ എടുക്കുവാണ്. വൺസ് ഇത് വന്നു കഴിയുമ്പോൾ സ്റ്റാർ ലൈൻ്റെ റിജക്ഷനിൽ എടുക്കാം, അല്ലെങ്കിൽ MTL റിജക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് നമുക്ക് സെയിം കൺസെപ്റ്റിൽ വന്ന 4ാമത്തെ ട്രേഡാണ് അല്ലേ. ഈ ഒരു ചെറിയ SL വരെ, അതായത് ഈ ഒരു ചെറിയ SL പിടിക്കുന്നവരെയാണെങ്കിൽ നമുക്ക് 600 പോയിന്റ് സംതിങ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് അല്ലേ. ഞാൻ ട്രെൻഡിൻ്റെ ഡയറക്ഷനിലുള്ള എൻട്രി മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞ സംഭവം മാത്രം, അല്ലാതെ വേറൊന്നും ഞാൻ കൗണ്ടറിനെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. അടുത്തത് വീണ്ടും നമുക്ക് ബൈ സൈഡിലേക്ക് പോയി. സോ നമ്മൾ വിട്ടു. ഇവിടെ ബൈ സൈഡിൽ പോകാൻ കാരണം എന്താണ്? ഇവിടെ സ്റ്റാർ ലൈനിൽ നിന്നുള്ള സപ്പോർട്ടാണ്. നോക്കിയേ, ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു വലിയ ക്യാൻഡിൽ പെട്ടെന്ന് ഫോമായി അല്ലേ. അതിന് ഫോളോ ത്രൂ ആയിട്ടൊരു ക്യാൻഡിലൂടെയും വന്നു. സോ നമുക്ക് ഇങ്ങനെയുള്ള ട്രേഡിൽ വലിയ ക്യാൻഡിൽ, അതായത് ബ്ലൂ ക്യാൻഡിൽ വലിയ ക്യാൻഡിലാണെങ്കിൽ നിങ്ങൾ എൻട്രി എടുക്കാതിരിക്കുക. കാരണം അത് സ്ട്രക്ചർ വലിയ രീതിയിൽ ബ്രേക്ക് ആകുന്നതാണ് ആ ക്യാൻഡിൽ. ഓക്കെ, അതായത് നമ്മളുടെ MTL സ്ട്രക്ചറിനെ വലിയ രീതിയിൽ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ ക്യാൻഡിൽ വരുന്നത്. സോ നിങ്ങളത് അങ്ങനത്തെ ക്യാൻഡിൽ വരുമ്പോൾ മാത്രം കെയർഫുൾ ആവുക. ഓക്കെ, ആ എൻട്രി ക്യാൻഡിൽ നിങ്ങൾ എൻട്രി പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. വീണ്ടും വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എൻട്രി വരും. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ദേ ഇവിടെ വീണ്ടും ഒരു ഫാസ്റ്റ് എൻട്രി ബൈ വന്ന് ബ്ലൂ ക്യാൻഡിൽ. നമ്മൾ പോവില്ല, കാരണം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നെഗറ്റീവ് സോണിലാണ് നിൽക്കുന്നത്. ഇത് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി എത്ര മണിക്കായിരുന്നു? 2:15. ഓക്കെ, ഈ ഒരു എൻട്രി വന്നു. അടുത്ത ക്യാൻഡിൽ നോക്കി പ്രോപ്പറായിട്ട് നമ്മളുടെ സെൽ സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. എക്സാക്ട്ലി ടാർഗറ്റ് അടിച്ചു. ഓക്കെ, അത് എത്ര പോയിൻ്റാണ്? 1000 സംതിങ് പോയിന്റിൻ്റെ ടാർഗറ്റ് അടിച്ചു. ഇപ്പം നമ്മളിവിടെ എന്താണ് ചെയ്തത്? പ്രോപ്പറായിട്ടൊരു സിസ്റ്റത്തെ സെറ്റ് ചെയ്തിട്ട് ആ സിസ്റ്റത്തെയാണല്ലോ ഫോളോ ചെയ്തത് അല്ലേ. ഇതിനകത്ത് കൗണ്ടർ ട്രേഡ് കുറേ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് MTL നിന്ന് കൗണ്ടർ പോകാനും പറ്റും. ബട്ട് നമ്മളിപ്പം ഈ ഒരു സിസ്റ്റത്തെ, അതായത് ലെഫ്റ്റ് സൈഡിൽ ഹയർ ടൈം ഫ്രെയിമിനെ മനസ്സിലാക്കി, എന്നിട്ട് ലോവർ ടൈം ഫ്രെയിമിൽ ഷിഫ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ആ സിസ്റ്റത്തെ ഫോളോ ചെയ്തു. റിസൾട്ട് കണ്ടല്ലോ. അപ്പം ടോട്ടൽ നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര പോയിന്റ് വന്ന് കാണും? ഇവിടെ ഒരു 1500 പോയിന്റ്. എല്ലാം 1000 പോയിന്റ് തന്നെ കൂട്ടിക്കൂ. 1000, 2000, 3000, 4000, 5000 പോയിന്റ് വന്നില്ലേ. ഞാൻ ബിറ്റ് കോയിനിൽ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ എൻട്രി ഒന്നും എടുക്കാത്തത്. ഇതിനകത്ത് നിങ്ങൾക്ക് വീണ്ടും നല്ല രീതിയിൽ കണക്ട് ചെയ്ത് എൻട്രി എടുക്കാൻ പറ്റും. പല പല എൻട്രീസ് നിങ്ങൾക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. ഓക്കെ, സോ സിസ്റ്റത്തെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എടുത്ത് ചാടി ഒരു എൻട്രി എടുക്കേണ്ട, സംഭവം നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരും. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്തായിരിക്കും വരാൻ പോകുന്നത്? ഇപ്പോൾ എന്താണ്? വീണ്ടും MTL താഴെ വന്നു. ഈ 2 MTL നടുക്കാണ്, ഹയർ ടൈം ഫ്രെയിമിൻ്റെ 2 MTL നടുക്കാണ് നിൽക്കുന്നത്. സോ സൈഡ് വൈസ് ആയിരിക്കും കുറച്ച് നേരത്തേക്ക്. ഓക്കെ, ഇനി വീണ്ടും ഇതിനകത്ത് കയറി ഇവിടെ ഒരു പോസിറ്റീവ് കാണിച്ചു നിർത്തും. അവിടെ പോസിറ്റീവ് നമ്മൾ എടുക്കുന്നില്ല, വീണ്ടും അവിടെ നെഗറ്റീവ് ആകുമ്പം വീണ്ടും നമ്മൾ താഴേക്കുള്ളത് തന്നെ എടുക്കും. ബട്ട് മനസ്സിൽ വെച്ചോണം, താഴെ ഇവിടെ ഒരു MTL സോൺ ഉണ്ട്. ഓക്കെ, സോ താഴെ നിന്ന് മുകളിലേക്കുള്ള പ്രഷറും അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.